ഏതാണ്ട് 30 വർഷത്തോളം ദുബായിൽ വളരെയധികം കഷ്ടപ്പെട്ട് 8 കോടി രൂപ സമ്പാദ്യവുമായിട്ട് നാട്ടിലെത്തിയിട്ടുള്ള ഒരു NRI അതിൽ 5 കോടി രൂപയും വളരെ വലിയ രീതിയിൽ നഷ്ടപ്പെടുത്തി. അതിനുശേഷം നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ടുള്ളൊരു കഥയാണ് ഇന്ന് പറയാനായിട്ട് പോകുന്നത്. ഇത് നമ്മളുടെ പല പ്രവാസികൾക്കും പറ്റുന്ന തെറ്റുകളും ആ തെറ്റിൽ നിന്ന് എങ്ങനെ നമ്മൾക്ക് ഒരു മികച്ച ഫിനാൻഷ്യൽ പ്ലാൻ ഉണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമുക്ക് ഇദ്ദേഹത്തെ രാജുമോൻ എന്ന് വിളിക്കാം. നമ്മളുടെ കഥയിലെ നായകനാണ് രാജുമോൻ. ഏകദേശം ഒരു 20-22 വയസ്സ് കാലത്താണ് ഇദ്ദേഹം വിദേശത്തേക്ക് ജോലിക്കായിട്ട് പോയത്. വളരെ കഷ്ടപ്പെട്ട സാഹചര്യങ്ങളിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തതെന്നുണ്ടെങ്കിൽ ഏകദേശം പകുതി സമയമൊക്കെ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ദുബായിൽ അത്യാവശ്യം നല്ല സംവിധാനമൊക്കെ ആയി. പക്ഷേ ഈ 30 വർഷത്തിൽ ഏതാണ്ട് മിക്കവാറും സമയവും ഒറ്റയ്ക്ക് ആയിരുന്നു ദുബായിൽ താമസിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ നാട്ടിൽ കുടുംബത്തോടു കൂടി താമസിക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ 30 വർഷത്തെ സർവീസിന് ശേഷം നാട്ടിലേക്ക് തിരിച്ചെത്തിയത്. നാട്ടിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് 8 കോടി രൂപ കയ്യിലുണ്ടായിരുന്നുകൊണ്ട് തന്നെ രാജുവിന് അത്യാവശ്യം കോൺഫിഡൻസ് ആയിരുന്നു. കാരണം എന്താ, 8 കോടി രൂപ കൊണ്ട് നാട്ടിൽ അത്യാവശ്യം അടിപൊളിയായിട്ട് സുഖ ജീവിതം നയിക്കാം എന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു രാജുമോൻ വന്നത്. പക്ഷേ 1.5 വർഷം കൊണ്ട് അതിലെ 5 കോടി രൂപയും നഷ്ടപ്പെടുകയോ അത് സ്റ്റക്കാവുകയോ ചെയ്തിട്ടുള്ള 3 തെറ്റുകൾ അദ്ദേഹം ചെയ്തു. ആദ്യമേ അദ്ദേഹത്തിന്റെ ഈ പൈസകൾ എങ്ങനെയൊക്കെ പോയി എന്നുള്ളത് ഒന്ന് ക്വിക്കായിട്ട് പറഞ്ഞുതരാം. 3 കാരണങ്ങൾ കൊണ്ടാണ് അദ്ദേഹത്തിന്റെ പൈസ നഷ്ടപ്പെടുകയോ ലോക്കാവുകയോ ചെയ്തിട്ടുള്ളത്. ഒന്നാമത്തേത്, നാട്ടിൽ വളരെ ആക്റ്റീവായിട്ട് നടന്നുകൊണ്ടിരുന്ന ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് സ്കീമിൽ 50 ലക്ഷം രൂപ ഇടൂ, അത് 6 മാസം കൊണ്ട് ഡബിളാക്കി തരാം എന്നുള്ള ഒരു ആവശ്യം ഉന്നയിച്ച ആളുകൾ വന്നപ്പോൾ ആ 50 ലക്ഷം രൂപ അതിലിടുകയും തുടർന്ന് 1-2 മാസത്തിനുള്ളിൽ തന്നെ കമ്പനി അടച്ചു പോവുകയും ചെയ്തു. അപ്പം നമ്മൾ പല MLM സ്കീമുകളും മണി ലോണ്ടറിങ് സ്കീമുകളൊക്കെ കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ആളുകൾ വീണ്ടും വീണ്ടും അതിൽ ചേരുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് പലർക്കും അറിയാം. ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഹൈ റിട്ടേൺ കിട്ടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും നിങ്ങളെ സമീപിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു സംശയ ദൃഷ്ടിയോട് കൂടി മാത്രം കാണുക എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്. ഞാൻ ഈ പറഞ്ഞു വരുന്ന ആള് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് ഹൈറിച്ച് എന്ന് പറഞ്ഞ സ്കീമിലായിരുന്നു. നമ്മൾ ഹൈറിച്ചിനെ പറ്റിയിട്ട് ഹൈറിച്ച് ഏതാണ്ട് കത്തി നിൽക്കുന്ന സമയത്ത് വളരെയധികം വീഡിയോകൾ ഇടുകയും അത് അടച്ചു പൂട്ടും എന്നുള്ള രീതിയിലുള്ള ഇൻഫർമേഷനുകൾ കൊടുക്കുകയും ചെയ്തപ്പോൾ നമ്മളെ ആ വീഡിയോയിൽ വന്ന് വളരെ വലിയ രീതിയിൽ തെറി പറഞ്ഞിട്ടുള്ള ആളാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ ഹൈറിച്ച് അടച്ചു പോയി അതിന് തുറക്കില്ല എന്നുള്ള ഒരു അറിവ് കിട്ടിയപ്പോൾ നമ്മളെ തന്നെ അത് അദ്ദേഹം കോണ്ടാക്ട് ചെയ്യുകയും ഇനി എന്ത് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഡയറക്ഷൻസ് എടുക്കുകയും ചെയ്തിരുന്നു. എന്ത് ചെയ്യണം എന്നുള്ളതിൻ്റെ ഡയറക്ഷനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പായിട്ട് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും പലരും ഭൂമിയാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള ഒരു ചിന്തയിലാണ് ആളുകൾ നിൽക്കുന്നത്. റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റ് ഒരു സ്റ്റാഗ്നേഷൻ ഫേസിലാണ്, അല്ലെങ്കിൽ കയറുകയോ ഇറങ്ങുകയോ ചെയ്യാതെ ഏതാണ്ട് അതേ രീതിയിൽ തന്നെ തുറന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് 4-5 കൊല്ലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അത്യാവശ്യം ഉള്ള കച്ചവടങ്ങളല്ലാതെ യാതൊരുവിധ കച്ചവടങ്ങളും ഇപ്പോൾ നടക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. അതുമാത്രമല്ല, ഒരാൾക്ക് വളരെ വലിയൊരു തുക ഭൂമിയിലോ അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റിലോ നിക്ഷേപിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവിടെ കുടുങ്ങിപ്പോവുക എന്നുള്ളത് വളരെയധികം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇദ്ദേഹവും ഒരു 2.5 കോടി രൂപ ഒറ്റയടിക്ക് അത്തരമൊരു പ്രോപ്പർട്ടിയിൽ നിക്ഷേപിക്കുകയും അതിൽ നിന്ന് യാതൊരുവിധ ഇൻകം ഉണ്ടാക്കാൻ സാധിക്കാതെ അത് വിറ്റ് ഒഴിവാക്കാൻ സാധിക്കാതെ ആ എമൗണ്ട് അവിടെ ലോക്കായിട്ട് നിൽക്കുകയാണ് എന്നുള്ളതാണ് രണ്ടാമത് അദ്ദേഹം വരുത്തിയ തെറ്റ്. നിങ്ങളെപ്പോഴും നിങ്ങളുടെ ഒരു ടോട്ടൽ അസറ്റിൻ്റെ ഒരു 10-15% റിയൽ എസ്റ്റേറ്റിൽ നിക്ഷേപിക്കാമെങ്കിലും അതിൽ കൂടുതലാകാതെ ശ്രദ്ധിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ റിയൽ എസ്റ്റേറ്റ് അസറ്റുകൾ നമുക്ക് ഒരിക്കലും പെട്ടെന്ന് വിറ്റ് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു സംഗതികളല്ല എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മളുടെ പണം അവിടെ ലോക്കായി പോകാനുള്ള സാധ്യതയുണ്ട്. അതിൽ നിന്ന് ഒരു ബാങ്ക് ഇൻട്രസ്റ്റ് പോലും കിട്ടാതെ ഇരിക്കാനുള്ള സാധ്യതയും ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. 50 ലക്ഷം രൂപ ഹൈറിച്ച് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് തട്ടിപ്പിലും പോയി, 2.5 കോടി രൂപ ഈ റിയൽ എസ്റ്റേറ്റിലും പോയി, അല്ലെങ്കിൽ സ്റ്റക്കായി എന്ന് പറയാം. ബാക്കി 2 കോടി രൂപ പോയത് യാതൊരുവിധ പ്ലാനിങ്ങും ഇല്ലാതെ അധികം വളർച്ചയില്ലാത്ത ഒരു തരം ബിസിനസ്സിൽ നിക്ഷേപിക്കുക വഴിയാണ്. അതൊരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് ആയിരുന്നു. 3 പേര് കൂടെ
ഒരു 2 കോടി രൂപ വെച്ച് ഒരു 6 കോടി രൂപയുടെ ഒരു തെറ്റില്ലാത്തൊരു പ്രോജക്റ്റ് നഗരത്തിൻ്റെ മധ്യത്തിൽ തന്നെ ആരംഭിക്കുകയും അത് പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ല എന്നുള്ള ഒരു സിറ്റുവേഷനിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ നിന്നും യാതൊരുവിധ ക്യാഷ് ഫ്ലോയും ഇദ്ദേഹത്തിന് ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. ഈ 8 കോടി രൂപ കൊണ്ടുവന്നത് അദ്ദേഹത്തിന് സമാധാനപരമായിട്ട് അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് തുടർന്നുകൊണ്ട് പോകുന്നതിനായിരുന്നു എന്നുണ്ടെങ്കിലും ഈ 5 കോടി രൂപയിൽ നിന്ന് യാതൊരുവിധ ലാഭമോ യാതൊരുവിധ നേട്ടമോ ഇല്ലാത്തൊരവസ്ഥയിലാണ് നമ്മളുടെ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 8848030018 കോൺടാക്ട് ചെയ്തത്. പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ പ്ലാനിങ് ഗൈഡൻസിന് വേണ്ടിയിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യാറുണ്ട്. നമ്മൾ അവർക്ക് യോജിക്കുന്ന തരത്തിലുള്ള ഒരു രീതി എന്താണ്, പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഗോൾ പ്ലാനിങ് നമുക്ക് സപ്പോർട്ട് രൂപത്തിൽ നമ്മൾ ചെയ്ത് കൊടുക്കാറുമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യൂ, നമ്മൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇദ്ദേഹം നമ്മളെ കോൺടാക്ട് ചെയ്തത് SWP രീതിയിൽ ഉള്ള ഒരു പെൻഷന് വേണ്ടിയിട്ട് മ്യൂച്വൽ ഫണ്ടുകളിൽ എങ്ങനെ നിക്ഷേപിക്കാമെന്ന് ചോദിച്ചുകൊണ്ടാണ്. അപ്പം ഞാൻ ഇദ്ദേഹത്തിൻ്റെ കഥകളെല്ലാം കേട്ട് മനസ്സിലാക്കുകയും അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഞാൻ SWP രീതിയിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നത് അത്ര നല്ലൊരു കാര്യമല്ല എന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അതിനെ പറ്റിയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ SWP എന്താണെന്നും SWPയിൽ മാത്രം നമ്മളുടെ ഒരു റിട്ടയർമെൻറ്റ് കാര്യങ്ങൾക്കായിട്ട് നിക്ഷേപിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ SWP രീതിയിലുള്ള ഫണ്ടുകളിൽ മാത്രം നിക്ഷേപിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ ബുദ്ധിമുട്ട് വന്നേക്കാം എന്നുള്ളതും നമ്മൾ പറയുന്നുണ്ട്. ആ വീഡിയോ കാണാനായിട്ട് ആ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്താൽ മതിയാവും. ഞാൻ പറഞ്ഞു കൊടുത്തത് SWP രീതിയിൽ ഉള്ള ഒരു ക്യാഷ് ഫ്ലോ ഉണ്ടാക്കുകയല്ല വേണ്ടത്, അതിന് പകരമായിട്ട് ഒരു ബക്കറ്റ് സ്ട്രാറ്റജി ഫോളോ ചെയ്യാനായിട്ടാണ് പറഞ്ഞത്. ബക്കറ്റ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ കാലത്തേക്ക്, ഇടത്തരം കാലത്തേക്ക്, ദീർഘകാലത്തേക്ക്, ഇങ്ങനെ 3 ഡിഫറെൻറ്റ് കാലഘട്ടങ്ങളിലേക്ക് ആവശ്യമുള്ള തുകകൾ അതാത് സമയത്തിന് യോജിക്കുന്ന നിക്ഷേപ പദ്ധതികളിൽ നിക്ഷേപിക്കുകയും നമ്മളുടെ ആവശ്യവും മാർക്കറ്റിൻ്റെ അവസ്ഥയും അനുസരിച്ച് ഏതാണോ യോജിക്കുന്നത് അതിൽ നിന്ന് നമ്മൾ പണം പിൻവലിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ്. 3 കാലഘട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷോർട്ട് ടേം ബക്കറ്റാണ് ഒന്നാമത്തേത്. അത് 1-2 വർഷത്തേക്ക് നമുക്ക് വേണ്ട ചിലവുകൾ ഷോർട്ട് ടേം ബക്കറ്റിൽ റിസ്ക് കുറഞ്ഞിട്ടുള്ള ഫണ്ടുകളിൽ നിക്ഷേപിക്കുകയാണ് വേണ്ടത്. രണ്ടാമത്തേത് 3 മുതൽ 5 വർഷം വരെ ഉള്ള കാലഘട്ടത്തിലേക്കായിട്ട് ഒരു ഹൈബ്രിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഫണ്ടുകളിലും മറ്റുള്ള നിക്ഷേപങ്ങളും നിക്ഷേപിക്കുകയാണ് വേണ്ടത്. 5 വർഷത്തിന് ശേഷമുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ എല്ലാം തന്നെ ഒരു ഗ്രോത്ത് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കുറച്ച് റിസ്ക് കൂടിയ എന്നാൽ റിട്ടേൺ കൂടുതൽ കിട്ടാൻ സാധ്യതയുള്ള ഫണ്ടുകൾ നിക്ഷേപിക്കുകയാണ് വേണ്ടത്. ഞാൻ ഇദ്ദേഹത്തിൻ്റെ 3 കോടി രൂപ ബാലൻസ് ഉള്ള 8 കോടിയിൽ ബാലൻസ് ഉള്ള 3 കോടി രൂപയിൽ ഒരു 30 ലക്ഷം രൂപ ഈ ഷോർട്ട് ടേം ബക്കറ്റിൽ അടുത്ത 2 വർഷത്തേക്കുള്ള ചെലവിനായിട്ടും അടുത്ത ഒരു 1 കോടി രൂപ 3 മുതൽ 5 വർഷം വരെയുള്ള ചെലവുകൾക്കായിട്ട് എന്നുള്ള രീതിയിൽ ഒരു മീഡിയം ടേം ബക്കറ്റിലും 1.7 കോടി രൂപ 1 കോടി 70 ലക്ഷം രൂപ 5 വർഷത്തിന് ശേഷം ആവശ്യം വരാൻ സാധ്യതയുള്ള വളരെ ഗ്രോത്ത് തരാൻ സാധ്യതയുള്ള ഫണ്ടുകളിലായിട്ട് നിക്ഷേപിക്കാനും പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത്. ഇതുകൊണ്ടൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ക്യാപിറ്റൽ പരമാവധി നഷ്ടമാവാതെ തന്നെ ഒരു 1.5 ലക്ഷം രൂപ ഓരോ മാസവും അദ്ദേഹത്തിന് സേഫായിട്ട് ഈ ഫണ്ടുകളിൽ നിന്ന് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ഇതൊരു ഹൈ ലെവൽ പ്ലാൻ മാത്രമാണ്. നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് എങ്ങനെ നിങ്ങളുടെ പ്ലാൻ മാറ്റം വരുത്തണം, എങ്ങനെ നിങ്ങൾ ഫോളോ ചെയ്യണം എന്നറിയാനായിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 8848030018 നിങ്ങൾക്ക് കോൺടാക്ട്. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് നമ്മൾ പണം ഉണ്ടാക്കുക എന്നുള്ളതിനേക്കാൾ നമ്മളുടെ കയ്യിൽ ലഭിച്ചിട്ടുള്ള പണം കൃത്യമായിട്ട് സേഫായിട്ട് നിക്ഷേപിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യാനായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അതുപോലെ നിങ്ങൾക്ക് റിട്ടയർമെൻറ്റ് കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് അതിൽ നിന്നുള്ള ക്യാഷ് ഫ്ലോ ആണ്. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയുണ്ട് എന്നുള്ളതല്ല, നമ്മൾക്ക് കൃത്യമായിട്ട് ഓരോ മാസവും നമ്മുടെ കാര്യങ്ങൾ നടത്താനുള്ള ക്യാഷ് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ കാര്യങ്ങളൊക്കെ നമ്മളെ കോൺടാക്ട് ചെയ്യുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട്. നിങ്ങൾക്കും അതുപോലുള്ളൊരു സപ്പോർട്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 8848030018 നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട 2 വീഡിയോകളാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ടുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകും. വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. തുടർന്നുള്ള വീഡിയോകൾ കാണുന്നതിനായിട്ട് റുപ്പി മങ്ക് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും നമ്മളുടെ ബെൽ ബട്ടൺ ഒന്ന് അമർത്തുകയും ചെയ്യുക.